ഹലോ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അനിൽ ആർനാഥ്. ഞാനിപ്പോൾ വരാൻ കാരണം, ഇങ്ങനൊരു റീലിടാൻ കാരണം, ഇത് റീലല്ല, മനസ്സിൽ നിന്ന് വരുന്ന എൻ്റെ കുറേ വേദനകൾ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള എൻ്റെ കുറേ നൊമ്പരങ്ങൾ. വ്യക്തിപരമായി ആരെയും ബന്ധിപ്പിക്കുന്നൊരു ചാനലായിരിക്കില്ല എൻ്റെത്. എനിക്ക് എന്നിൽ കൂടി കടന്നു വന്ന വഴികൾ, ഞാൻ അനുഭവിച്ച, എന്നെ സ്വാധീനിച്ച കലാകാരന്മാർ, അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ജാനകി അമ്മ, ദാസേട്ടനെല്ലാം. പക്ഷേ ഇന്ന് ദാസേട്ടനും അവരെല്ലാവരും നമ്മളെ കൂടെയുണ്ട്. അതിൽ മറഞ്ഞുപോയ രണ്ട് പേരാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ജയചന്ദ്രൻ സാറും ഈ ഇടയ്ക്ക് കടന്നുപോയ ജാനകി അമ്മയും. ജാനകി അമ്മയുടെ എൻ്റെ ഓർമ്മ എന്നെ സ്വാധീനിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എനിക്ക് 10-15 വയസ്സേ എനിക്കുള്ളൂ. 1957 ജാനകി അമ്മ പാടിത്തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആധികാരികമായിട്ട് പറയല്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ജാനകി അമ്മ 10-18 ഭാഷകളിൽ പാടി. പക്ഷെ എന്നെന്നല്ല, നമ്മുടെ ലോകത്തിലുള്ള എല്ലാവരെയും അവർ കരയിപ്പിച്ചു കൊണ്ടാണ് അവർ കടന്നുപോയത്. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഞാനൊന്ന് പങ്കുവയ്ക്കട്ടെ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 15 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്, അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അമ്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന പാട്ടുകാരി, ആദ്യത്തെ പാട്ടുകാരിയാണ്. ഒരു പഴയ സൈക്കിൾ എൻ്റെ ബ്രദറിൻ്റെതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കേരള കൗമുദി, അവിടെ നിന്നാണ് നമ്മൾ പത്രം വരുത്താറുള്ളത്, ഒരു പ്രകാശമുണ്ട്. പുള്ളിയുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ഞാൻ ചുമ്മാ പോകും. മാർക്കറ്റിൽ പോയി, ഞാനാണ് ഇളയത് വീട്ടിൽ, അപ്പോൾ ഞാനാണ് മീനും പച്ചക്കറിയും ഒക്കെ പോയി വാങ്ങേണ്ടത് മാർക്കറ്റിൽ. അങ്ങനെ പോകുന്ന പലപ്പോഴും ഞാൻ തന്നെയാണ് പോകാറുള്ളത്. എൻ്റെ പഠിത്തം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് നിന്ന സമയമാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ പോകുമ്പോൾ ഈ പഴയ കേരള നമ്മൾ വീട്ടിൽ വരുത്തുന്ന പത്രങ്ങൾ ഒരു 2-3 മാസം അമ്മ കെട്ടി അമ്മ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ച് തരും. എനിക്കത് കൊണ്ടുപോകാൻ നാണക്കേടാണ്. കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവരും എൻ്റെ പരിചയക്കാരും ഒക്കെ അന്ന് അതൊരു ദുരഭിമാനം പോലെയാണ് അന്ന് തോന്നിയിരുന്നത്. ഞങ്ങളുടെ മാർക്കറ്റിൽ ചെന്ന് അവിടെ അടുത്തുള്ള ഒരു പലവ്യഞ്ജന കടയിൽ കൊണ്ടുവന്ന് തൂക്കി കൊടുക്കും. അപ്പോൾ ആരെങ്കിലും പലവ്യഞ്ജന കട നിൽക്കുകയാണെങ്കിൽ ഞാൻ മാറി നിൽക്കും. അയാൾ ചോദിക്കും, മുതലാളി ചോദിക്കും, എന്താ വന്നത്? ഞാൻ പറയാം, ഒന്നുമില്ല, ഞാൻ പിന്നെ പറയാം. എല്ലാവരും ഒക്കെ ഒഴിഞ്ഞു വരുമ്പോൾ ഞാൻ ഈ പത്രം എടുക്കും സൈക്കിളിൻ്റെ ബാക്കിൽ നിന്ന്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങി, മീനുമൊക്കെ വാങ്ങി ഞാൻ വരും. പക്ഷെ അതിനേക്കാളും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ ചന്ത, മീൻ ചന്തയാണ്. ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അവിടുത്തെ 2-3 കടകളിൽ പഴയ പാട്ട് പുസ്തകങ്ങൾ കിടപ്പുണ്ട്. ചുമന്ന ബുക്ക് അടിച്ച്, ചുമന്ന പ്രിൻ്റിട്ട് കവർ പേജിൽ കുറേ നല്ല ഗായകന്മാരുടെ ഫോട്ടോ, ഒരു 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പി ജയചന്ദ്രൻ സാറ്, ദാസേട്ടൻ, നമ്മുടെ ജാനകി അമ്മ, പി സുശീല, പിന്നെ ചിലപ്പോൾ പി ലീല, പിന്നെ ഒരു LR ഈശ്വരി. ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞിട്ടില്ല. അതൊന്നും ആ പത്രം വിറ്റ പൈസയിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ എടുക്കും. അന്ന് 75 പൈസയോ 50 പൈസയോ കൊടുത്താൽ ഈ പാട്ട് പുസ്തകം കിട്ടും. പാട്ട് പെട്ടിയെന്നോ പാട്ട് പുസ്തകമെന്നോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ആയിരുന്നു അതിൻ്റെ പേര്. എനിക്ക് അന്നത് മുത്തായിരുന്നു. ജാനകി അമ്മ എൻ്റെ മനസ്സിലേക്ക് കയറുന്നത് ആ പാട്ട് പുസ്തകത്തിൽ കൂടിയാണ്. പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നത് മാത്രമല്ല, വിങ്ങിപ്പോവുകയാണ്. ഞാൻ ആ പാട്ട് പുസ്തകം, ഈ പേപ്പർ വിറ്റ പൈസയ്ക്ക് ആ ചുമന്ന കവറടിച്ച പുസ്തകം ഞാൻ വാങ്ങിക്കൊണ്ട് പോകും. പോണ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കുറേ നേരം അത് പഠിക്കും. അന്നത്തെ കുറേ പാട്ടുകളുണ്ട് അതിനകത്ത്, നല്ല നല്ല കുറേ പാട്ടുകൾ. അതൊക്കെയാണ് ആദ്യമായി അന്ന് ആകാശവാണി, പിന്നെ റേഡിയോയിൽ വരുന്ന ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ, അതൊക്കെ ഉള്ളൂ അന്ന്. അത് കേൾക്കാനായിട്ട് ഞാൻ ഓടി വരും. സന്ധ്യാമ്പഴ വൈകുന്നേരത്തെ കണ്ടാണ് പാട്ടുപെട്ടി അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പാട്ട് പുസ്തകം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതിലെ 2 പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആലിംഗനം എന്ന് പറയുന്നൊരു സിനിമ. തുഷാര ബന്ധുക്കളെ, നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പർ നീരലയിൽ വിഷാദ ഭാവന അരുളി. ഇന്നലെ രാത്രിയിൽ ഈ വനവീഥിയിൽ വിരിഞ്ഞു നിന്നൊരു മലരേ, ഇനിയും വനിയിൽ പൂവുകൾ പലതും വിരിയും കൊഴിയും
പൂങ്കാറ്റിൽ. വലിയൊരു ഗായകനൊന്നും അല്ലെങ്കിലും ഞാൻ അന്ന് പഠിച്ചൊരു പാട്ടാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ ശരിയാണ്. ഇനിയും വനിയിൽ പൂവുകൾ പലതും വിരിയും കൊഴിയും പൂങ്കാറ്റിൽ. പക്ഷെ എത്രയൊക്കെ കഥകൾ ആരെല്ലാം പറഞ്ഞു പോയാലും ഇതുവഴി വന്നവർ പോയവർ പലരും അഴകേ നിൻ കഥ എഴുതി. ഇനിയും വനിയിൽ പൂവുകൾ പലതും വിരിയും കൊഴിയും പൂങ്കാറ്റിൽ. വിരിയും കൊഴിയും പൂങ്കാറ്റിൽ. അങ്ങനെ ഇങ്ങോട്ടാണ് അതിന് വരി. എത്ര പൂക്കൾ വിരിഞ്ഞാലും കൊഴിഞ്ഞാലും ജാനകിയെ മറക്കാൻ നമുക്ക് പറ്റുമോ ഈ ജന്മത്ത്? അവർ തന്നിരിക്കുന്ന പാട്ടുകൾ, മൗനമേ വിരിയും മൗനമേ നിറയും മൗനമേ, കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നി വസന്തം പോയി. ശരിയാണ്, ജാനകിയമ്മ പോയി, നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവരുടെ ശരീരം മാത്രം പോയി. ഒരിക്കലും അവരെപ്പോലൊരു എന്നെ സ്വാധീനിച്ച മറ്റൊരു ഗായികയില്ല. ഒരുപാട് നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. ദാസേട്ടൻ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ടല്ലോ ദാസേട്ടൻ. പക്ഷെ ജാനകിയമ്മയെ പോലെ ഒരു സ്ത്രീ ഗായിക, ഒരു ഫീമെയിൽ ഗായിക ജാനകിയമ്മയെ പോലെ എന്നെ ഒരിക്കൽ മറ്റാരും സ്വാധീനിച്ചിട്ടില്ല. ഞാൻ അന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു പറങ്കമാവുണ്ട്. ഞങ്ങളുടെ വകയൊന്നുമല്ല, അവിടെ എല്ലാ പിള്ളേർക്കും പറിക്കാൻ പറ്റിയ തരത്തിലുള്ള പറങ്ങേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് പോലെ പൊതുവായിട്ടുള്ളൊരു പറങ്കമാവാണ്. അത്യാവശ്യത്തിന് വരുമ്പോൾ ഞങ്ങളെ കൊച്ചി വട്ടച്ചെലവിനാക്കി അതിൽ നിന്ന് പച്ചണ്ടി പറിച്ച് ഉണക്കി അതുകൊണ്ട് അടുത്ത കടയിൽ കൊണ്ട് കൊടുത്ത് ഉത്സവകാലത്തും പള്ളിപ്പെരുന്നാളിനും നമ്മുടെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടേക്ക് ഈ ഉത്സവത്തിന് പോക്കറ്റിൽ പൈസ കിട്ടുന്ന ഈ അണ്ടി വിറ്റ പൈസയാണ് പറങ്ങേണ്ടി എന്ന് അവിടെ പറയുന്നത്. അതുകൊണ്ടേ കൊടുത്ത് അന്നത്തെ 2 രൂപ 3 രൂപയൊക്കെ ആയിരിക്കും പോക്കറ്റിൽ കിട്ടുന്നത്. ഇതും കൊണ്ട് ഓല തിയേറ്ററിലേക്ക് ഒരു ഓട്ടമുണ്ട്, ഓല കെട്ടിയ കൊട്ടകയിലേക്ക്. ജാനകിയമ്മയുടെ പാട്ടുള്ള ഈ പാട്ടുപുസ്തകത്തിൽ പഠിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അതായത് പേപ്പർ വിറ്റ പൈസയ്ക്ക് പാട്ടുപുസ്തകം മേടിക്കുന്നു, പറങ്ങേണ്ടി വിറ്റ പൈസയ്ക്ക് സിനിമാ തിയേറ്ററിൽ പോയി കാണുന്നു. തറയിലാണ്, ബെഞ്ചിൽ ഏറ്റവും ഫ്രണ്ടിൽ കിട്ടാനുള്ള പൈസ ഉണ്ടോ അന്ന് കയ്യിലുള്ള പറങ്ങേണ്ടി വിറ്റാൽ, എന്നാലും പോയിരിക്കും. ഞാനാണെങ്കിൽ ആദ്യം എഴുതി കാണിക്കുന്ന തൊട്ടേ കാണും ജാനകിയമ്മയുടെ പാട്ടുള്ള ഈ സിനിമ. ആലിംഗനം വരുമ്പോൾ, ആ സിനിമ വരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീദേവി, വിൻസെൻ്റ് ഒക്കെ അഭിനയിച്ചൊരു നല്ലൊരു സിനിമയാണ്. രാഘവൻ്റെയും വിൻസെൻറ്റിൻ്റെയും നായികയായിരുന്ന ശ്രീദേവി അഭിനയിച്ചൊരു പടമാണ്. IB ശശി സാർ ഡയറക്റ്റ് ചെയ്ത പുള്ളി ആ വെച്ച് അന്ന് കുറേ സിനിമകൾ ചെയ്തു. അങ്ങാടി, അംഗീകാരം, ആലിംഗനം, ആശീർവാദം, ഇങ്ങനെ കുറേ കാലം പുള്ളിക്കൊരു ആ വെച്ച് വന്നാൽ ആ പടം വിജയിക്കുമായിരുന്നു. പക്ഷെ എല്ലാം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല പടങ്ങളായിരുന്നു, നല്ല സിനിമകളായിരുന്നു. സിനിമ എനിക്കൊരു ഭ്രാന്തായിരുന്നു. സിനിമയെക്കുറിച്ചൊരു ചെറിയ ലേഖനം എവിടെയെങ്കിലും പേപ്പറിലാണെങ്കിലും കണ്ടാൽ പോലും ഞാനതെടുത്ത് വായിക്കും, കാണാപ്പാടം പഠിക്കും. അങ്ങനെ പറങ്ങേണ്ടി വിറ്റ പൈസയ്ക്ക് ഓല തിയേറ്ററിൽ ബെഞ്ചിലിരുന്ന് ആലിംഗനവും അംഗീകാരവും കണ്ടത് ഇന്ന് ഓർക്കുമ്പോൾ ജാനകിയമ്മയെ മറക്കാനെന്നല്ല, അവരെൻ്റെ മനസ്സിലാണ് അവർ കയറിക്കൂടിയത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഒരു ഭാഗ്യം ദൈവം തന്നല്ലോ എൻ്റെ ഗുരുവായൂർ കൃഷ്ണൻ. അതിനോട് 100 നന്ദിയുണ്ട്. ഒരുപാട് വർഷം ജീവിക്കാനൊന്നും വലിയ താല്പര്യം ഇനിയില്ല. അവരൊക്കെ ജീവിച്ച ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു. ഒരുപാട് പേർ ഈ ലോകം മൊത്തം കരഞ്ഞിട്ടുണ്ട് അവർ വേർപാടിൽ. അവരെപ്പോലെ ഒരു ഗാനഗോകുലം പഠിച്ചിട്ടില്ല അമ്മ, പക്ഷെ അമ്മയുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദം, എത്ര ഗാനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, എത്ര ഗാനങ്ങൾ. കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നി വസന്തം പോയി, കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നി വസന്തം പോയി. ശരിയാണ്, കല്ലിനു പോലും ചിറകുകൾ നൽകിയ ജാനകി അമ്മയുടെ ആ കാലഘട്ടം മലയാള സിനിമയിൽ നിന്നല്ല, ഒരു സംഗീത ലോകത്തിൽ നിന്നാണ്.
നമ്മളെ ഒറ്റയ്ക്കാക്കി അമ്മ കടന്നുപോയത്. അമ്മയെ ഓർക്കാനുള്ള ഈ സമയത്ത് മലയാളികൾ എന്നാൽ ലോകത്തിലെ എമ്പാടുമുള്ള ആൾക്കാരൊപ്പം ഒരു തുള്ളി കണ്ണുനീരില്ല, മനസ്സിൽ നിറയെ ഒരുപാട് വേദനയോട് കൂടി ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. എത്ര ഗാനങ്ങളാണ്, എത്ര സംഗീതങ്ങളാണ്. മറക്കാനേ കഴിയുന്നില്ല. ഓരോന്ന് ഓർക്കുമ്പോൾ പഴയ കാലഘട്ടം. അമ്മയായിരുന്നു സംഗീതം എന്ന് പറയുന്ന ഒരു സംഗീതം, ഒരു സംഭവത്തിലേക്ക്, ആ ഒരു വലിയ കലയിലേക്ക് എന്നെ സ്വാധീനിച്ചത്. ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും വേദനകളും സന്തോഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പ് വരും. നിങ്ങളെൻ്റെ എല്ലാ പ്രോഗ്രാംസും കാണണം. അതിനകത്ത് ഷെയർ കിട്ടാനോ റേറ്റ് കിട്ടാനോ ഒന്നിനുമല്ല, നിങ്ങളുടെ സ്നേഹം. വരട്ടെ, കാണാം.